എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കഴിഞ്ഞ ആഴ്ച പൊതുവെ നോക്കുകയാണെങ്കിൽ സംഘർഷങ്ങളുടെ ഒരാഴ്ചയാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം ആരംഭിച്ചു. സംഘർഷം വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ കണ്ടു. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ, ജാപ്പനീസ് മാർക്കറ്റുകൾ ഒഴികെ എല്ലാ മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ച വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മൾ ടെക്നോളജി സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒറാക്കിൾ പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മൈക്രോസോഫ്റ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നു. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പാലന്റിയർ AI റിലേറ്റഡ് ഡിഫൻസ് സ്റ്റോക്കാണ് അമേരിക്കയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. വീക്ക് ടു വീക്ക് പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ NVIDIA ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെറ്റ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവേ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ലാരി എലിസൺ, ഒറാക്കിളിൻ്റെ MD and CEO ആണ്. അദ്ദേഹം സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഫസ്റ്റ് പേഴ്സൺ എലോൺ മസ്ക് ആണ്. $410.86 ബില്യൺ ആണ് എലോൺ മസ്കിൻ്റെ നെറ്റ് വർത്ത്. ലാരി എല്ലിസിൻ്റെ നെറ്റ് വർത്ത് $258.86 ബില്യൺ ആണ്. തേർഡ് മാർക്ക് സക്കർബർഗ് ആണ്, $235.7 ബില്യൺ. അപ്പോൾ ഒറാക്കിളിൻ്റെ റൈസ് കഴിഞ്ഞ ആഴ്ചയിൽ പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ ട്രംപ് അനൗൺസ് ചെയ്തിരുന്ന സ്റ്റാർഗേറ്റ് AI പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള സ്റ്റോക്കുകളാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഉണ്ട് ഈ പ്രൊജക്റ്റിൽ, ഓപ്പൺ AI ഉണ്ട്, ഓപ്പൺ AI ലിസ്റ്റഡ് അല്ല. ഒറാക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ARM ഹോൾഡിങ്സ് ഉണ്ട്. ARM ഹോൾഡിങ്സ് ഒഴികെ മൈക്രോസോഫ്റ്റ്, ഒറാക്കിളൊക്കെ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. $500 ബില്യൺ AI പ്രൊജക്റ്റാണ്. ധാരാളം ജനങ്ങൾക്ക് തൊഴിൽ നൽകും. അതുപോലെ തന്നെ വലിയ ഇന്നോവേഷൻസൊക്കെ ഈ പ്രൊജക്റ്റിൽ നിന്നുണ്ടാവും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ ഈ പ്രൊജക്റ്റ് അനൗൺസ്മെൻറ്റിന് ശേഷം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളാണ് വലിയ രീതിയിൽ അമേരിക്കയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളും മുന്നേറുന്നുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കൻ ടെക്നോളജി കമ്പനികളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് തന്നെയാണ് ഹെഡുള്ളത്. കാരണം ഗ്ലോബൽ ഇഷ്യൂസ് വർദ്ധിക്കുകയാണ്, സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ്, വലിയ രീതിയിലുള്ള ഡിസ്ട്രക്ഷനാണ് പല രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആംസ് ആൻഡ് അമ്യൂണിഷൻസിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജി റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചും ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ നല്ല ഡേയ്സ് തന്നെയാണ് ഹെഡ്. അത്തരത്തിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഗ്ലോബൽ ഡിഫൻസ് സെക്ടറിലും അതുപോലെ തന്നെ ടെക്നോളജി സെക്ടറിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്ത മാസങ്ങളിലും ഇത്തരത്തിൽ ടെക്നോളജി റിലേറ്റഡ്, ഡിഫൻസ് റിലേറ്റഡ് കമ്പനികൾ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഗ്ലോബലി വളരെ നല്ല ഡേയ്സാണ്. ഇനി നമ്മൾ ഈ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ US ഫെഡിൻ്റെ മീറ്റിംഗ് ഉണ്ട്. 17-18 തീയതികളിലാണ്. 18-ാം തീയതി അനൗൺസ്മെൻറ്റ് വരും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ സംബന്ധിച്ച്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്കയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഗ്ലോബലി പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വലിയ രീതിയിൽ വർദ്ധിച്ച് US UK ഒക്കെ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ വോളാറ്റിലിറ്റി ഒക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ആഴ്ചയിൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനായിട്ട്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. സംഘർഷം കൂടുക, അതുപോലെ തന്നെ US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക. ഒപ്പം ഈ ആഴ്ചയിൽ സ്വിസ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് 0ലേക്ക് താത്തുന്നാണ് പറയുന്നത്. ഇപ്പോൾ 0.25% ആണ്. 2014 മൈനസ് റെജീമിലേക്ക് വന്നിരുന്നു. -0.75% വരെയൊക്കെ ഒരു അവസരത്തിൽ താന്നിരുന്നു. 2022 അവർ വീണ്ടും 0ലേക്ക് എത്തിയത്. അതിനുശേഷം 0.25% എത്തിയിരുന്നു. വീണ്ടും ഒരു താത്താണ്, വീണ്ടും മൈനസ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലുള്ള
ബാങ്കുകളെ സംബന്ധിച്ച് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവരുടെ സൈസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് $4.1 ട്രില്യൺ ആണ് സ്വിസ് ബാങ്കിങ് സൈസ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാങ്കുകളിൽ നിന്നൊക്കെ ഔട്ട്ഫ്ലോ വരാനുള്ള സാധ്യതകളുണ്ട്. ലോ കോസ്റ്റിൽ ബോറോ ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്താനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ അതിലൊരു മേജർ ടാർഗറ്റ് ഇന്ത്യ തന്നെയായിരിക്കും. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് ന്യൂസുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗോൾഡ് വീണ്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഗോൾഡ്മാൻ സാക്സ് മറ്റ് ഫണ്ട് ഹൗസസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്ത പോലെ $4,000 പെർ ഔൺസിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ ഗോൾഡ് ഉയരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗോൾഡിനോടൊപ്പം തന്നെ സിൽവർ മുന്നേറുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികളും വളരെ സ്ട്രെങ്ത്താണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാണിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. ഇത് സംഘർഷത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. $80 പെർ ബാരൽ വരെയൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $74.23 പെർ ബാരലാണ്. ഓൾമോസ്റ്റ് ഈ നെഗറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും ഇറാൻ ഇപ്പോൾ പറയുന്നുണ്ട് ഹോർമൂസ് കടലിടുക്ക് അവർ ക്ലോസ് ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ അത് ബ്രന്റ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും നമ്മൾ വലിയൊരു റാലി ഒന്നും തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നൈമസ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലോ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സംഘർഷം വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു അപ്പോർഡ് ഫ്ലയറൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ പൊതുവേ മറ്റു ന്യൂസ് ഫ്ലോസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ ഗവൺമെൻറ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ Q4 റിസൾട്ടിന് ശേഷം റിസൾട്ടുകൾ ഓവറോൾ അസസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷൻ ആണ്. എന്നിരുന്നാലും ഒരു വലിയൊരു അപ്പോർഡ് മൊമെൻറ്റത്തിനുള്ളൊരു കാറ്റലിസ്റ്റ് ഒന്നുമല്ല Q4 റിസൾട്ടുകൾ. എന്നിരുന്നാലും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ, RBIയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ HAL വീണ്ടും 67,000 കോടി രൂപ വരെ ഓർഡർ കിട്ടുന്നതാണ് പറയുന്നത്. 97 തേജസ് MK-1A ജെറ്റുകളുടെ ഓർഡർ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വരികയാണെങ്കിൽ HALനെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. ഗ്ലോബൽ ഇവൻറ്റുകൾ അതുപോലെ തന്നെ ഓർഡർ ഇൻഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം ഓർഡേഴ്സ് ഉള്ളൊരു കമ്പനിയാണ് HAL. അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികൾ ഗ്ലോബലി മുന്നേറുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഇന്ത്യൻ ഡിഫൻസ് കമ്പനികളാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിന് ശേഷം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ HALനെ സംബന്ധിച്ചും മറ്റ് ഡിഫൻസ് റിലേറ്റഡ് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനി നമ്മൾ പല ന്യൂസ് ഫ്ലോസും നമ്മളെ സംബന്ധിച്ച് കുറേയൊക്കെ നോളേജ് തരുന്ന ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ന്യൂസ് ഫ്ലോ നോക്കുകയാണെങ്കിൽ S&P 500 ഇൻഡെക്സാണ് ഗ്ലോബലി ഏറ്റവും വാച്ചിങ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിട്ട് കാലങ്ങളായിട്ട് നിൽക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഇൻഡെക്സ് തന്നെയാണ്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബാരോമീറ്ററാണ് S&P 500. 30 വർഷത്തെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 17 ആണ് പ്രൈസിങ് ഏർണിംഗ് റേഷ്യോ. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 21 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ്. അപ്പോൾ അമേരിക്കയിലെ റിസർച്ചേഴ്സ് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. 30 വർഷത്തെ അമേരിക്കയിലത്തെ മാർക്കറ്റ് ഗ്രോത്തിനെ അവർ 2 കമ്പോണൻ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് കമ്പനികളുടെ ബിസിനസ് റിലേറ്റഡ് പെർഫോമൻസിൽ നിന്നുള്ള ഒരു ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ മാർക്കറ്റ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ PE റേഷ്യോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് റിലേറ്റഡ് പെർഫോമൻസ്. ഈ 2 കമ്പോണൻ്റ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 30 വർഷത്തെ ആവറേജ് 150% ബിസിനസ് റിലേറ്റഡ് പെർഫോമൻസിൽ നിന്നുള്ള ഗെയിനായിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തെ എടുക്കുകയാണെങ്കിൽ 148% ഉള്ളൂ. അതായത് സ്ലൈറ്റ്ലി ബിലോ ലോങ് ടൈം ആവറേജ് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് റിലേറ്റഡ് വാല്യുവേഷനാണ്. അതായത് PE റേഷ്യോ കൂടി അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് കൂടി, ഈ വാല്യുവേഷനാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് ബേബി ബൂമേഴ്സ്, അതായത് 1946-നും 1964-നും ഇടയിൽ ജനിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വളരെയധികം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ
10 വർഷം എന്നുള്ളൊരു കാര്യമാണ്. ഇത് വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ധാരാളം മണി ഇൻഫ്ലോസ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ഗ്രോത്തിൽ നിന്നുള്ളൊരു വാല്യുവേഷനേക്കാളും കൂടുതൽ ഈസി മണി ഫ്ലോയിൽ വന്നിട്ടുള്ളൊരു വാല്യുവേഷൻ ഹൈക്കാണ് അമേരിക്കൻ സ്റ്റോക്ക് പ്രൈസിലുണ്ടായിരിക്കുന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ റിസർച്ചിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇവർ പറയുന്നത് 2050 ആകുമ്പോഴേക്കും ഈ ബേബി ബൂമേഴ്സ് അവരുടെ വെൽത്തൊക്കെ നെക്സ്റ്റ് ജനറേഷന് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ $80 ട്രില്യൺ വെൽത്ത് 2050 മുമ്പ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്നു. അടുത്ത ജനറേഷനിൽ അമേരിക്കൻ എക്കണോമി ബെറ്റർ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള സാധ്യതകളിൽ നിന്നൊരു സ്റ്റഡിയാണ് അമേരിക്കയിലത്തെ റിസർച്ച് ഹൗസുകൾ നൽകുന്നത്. ഈ ഇൻഫർമേഷൻ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ബയോടെക് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് രംഗത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചൈന വലിയൊരു ഫിഗർ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻസ് വരുന്നത് ചൈനീസ് ബയോടെക് കമ്പനികളിൽ നിന്നാണ്. ക്യാൻസർ റിലേറ്റഡ് പല ഡ്രഗുകളും ഫൈസർ, ബ്രിസ്റ്റോൾ മെയർ, സ്ക്വിബ് ഈ കമ്പനികളൊക്കെ ചൈനീസ് കമ്പനികളിൽ നിന്ന് വാങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൈനയിൽ മെർജർ ആൻഡ് അക്വിസിഷൻ എമംഗ് ബയോടെക് കമ്പനികളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ ഇതുവരെയുള്ള ഈ വർഷത്തെ സൈസ് $36.9 ബില്യൺ വർത്ത് മെർജർ ആൻഡ് അക്വിസിഷനാണ് ചൈനയിൽ നടന്നിരിക്കുന്നത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇത് $67.5 ബില്യൺ ഉള്ളൂ. അപ്പോൾ പകുതിയിലധികം ചൈനയിൽ നിന്നാണ്. അപ്പോൾ ചൈനീസ് ബയോടെക് കമ്പനികളുടെ നല്ല കാലമാണ്. പല സ്റ്റോക്കുകളും ജനുവരി മുതൽ ഇതുവരെയുള്ള അപ്രീസിയേഷൻ പറയുന്നത് 200 മുതൽ 300% വരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള ബയോടെക് അതുപോലെ തന്നെ റിസർച്ച് രംഗത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇന്ത്യയാണ് ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ R&Dയിലുള്ള ഒരു രാജ്യം. അപ്പം നമ്മുടെ കമ്പനികളെ സംബന്ധിച്ചും ഈ ന്യൂസ് ലോങ് റണ്ണിലേക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഗ്ലോബലി ഏറ്റവും കൂടുതൽ R&D നടക്കുന്നത് ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള കമ്പനികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോകോൺ ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ് ഉണ്ട്, സിൻജീൻ ഇൻ്റർനാഷണൽ ഉണ്ട്, മാൻകൈൻഡ് ഫാർമയുണ്ട്, സ്പാർക്ക് സൺഫാർമ റിസർച്ചാണ് സ്പാർക്ക്, ജൂബിലൻറ്റ് നോവയുണ്ട്, ഒക്കാട്ട് ലിമിറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ സ്മോൾ ആയിട്ടുള്ള വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കോൺകോഡ് ബയോടെക്, ലോറസ് ലാബ്, അതുപോലെ തന്നെ ചൈനീസ് റിലേറ്റഡ് ഒരു കമ്പനിയും കൂടിയാണ് ഗ്ലാൻഡ് ഫാർമ. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ സനോഫി, ശാന്ത ബയോടെക്കിനെ അക്വയർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് സനോഫി. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ നല്ല ഡേയ്സാണ് ഇടുന്നതാണ് എനിക്ക് ഈ റിപ്പോർട്ടിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഡൊമസ്റ്റിക് സിറ്റുവേഷൻ വെച്ച് മാത്രമല്ല ഗ്ലോബലി ഉള്ളൊരു സിറ്റുവേഷനും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു അഡ്വൈസ് തരുന്നത്. അപ്പോൾ താങ്കളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നൊരു ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 5 ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾക്കും കൂടി ഗവൺമെൻറ് അനുമതി കൊടുത്തിരിക്കുകയാണ്. മുംബൈയിലാണ് 5 എണ്ണവും വരുന്നത്. തീർച്ചയായിട്ടും ഇനിയും ധാരാളം ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ സെൻറ്റർ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ നല്ല ഡേയ്സാണ്. എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് പുറത്ത് പോയി സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഈ യൂണിവേഴ്സിറ്റികളുടെ ഇവിടെ വന്ന് നമ്മുടെ സ്റ്റുഡൻസിന് ഡൊമസ്റ്റിക്കായിട്ട് തന്നെ ഈ എഡ്യൂക്കേഷൻ ലഭിക്കുമ്പോൾ അത് എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ധാരാളം FDI ഇതിലൂടെ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. എഡ്യൂക്കേഷൻ രംഗത്തുള്ള FDI വരികയാണ്. തീർച്ചയായിട്ടും അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് അടുത്ത വർഷങ്ങളിൽ ഇന്ത്യൻ എക്കണോമിക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ US-ഉം UK ഒക്കെ ഇൻവോൾവ് ചെയ്തേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഹോസ്പിറ്റൽ ബയോടെക് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഓവറോൾ സംഘർഷത്തിന് ശേഷം ഈ രാജ്യങ്ങൾക്കൊക്കെ റീബിൽഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് മെറ്റൽസ്, സിമൻറ്റ് ഈ സെക്ടറുകളെ സംബന്ധിച്ച്
സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സംഘർഷങ്ങളിലും മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ തിങ്ക് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവസരമാണ് നല്ല സ്റ്റോക്കുകൾ ലോങ് ടൈമിലേക്ക് വാങ്ങി വെക്കാനായിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കുകളാണ് റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര, അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനികൾ, ടേൺ അറൗണ്ട് ഗ്രൂപ്പാണ്. റിലയൻസ് ഇൻഫ്രയുടെ അണ്ടറിൽ ധാരാളം ഡിഫൻസ് റിലേറ്റഡ് സബ്സിഡിയറികളുണ്ട്. അവരൊക്കെ പുതിയ പല ജോയിൻറ്റ് വെഞ്ചറുകളിൽ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രോമിസിങ് ഡേയ്സ് ആണ് റിലയൻസ് ഇൻഫ്രയെ സംബന്ധിച്ച്. ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. ഒപ്പം റിലയൻസ് പവർ 100% ഡെറ്റ് ഫ്രീ ആണ്. ധാരാളം ബാറ്ററി സ്റ്റോറേജ് പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ സോളാർ റിലേറ്റഡ് പ്രൊജക്റ്റുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. നല്ല ഡേയ്സാണ് ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചും ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിലേക്ക് വീണ്ടും ഈ രണ്ട് സ്റ്റോക്കുകളും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇനി നമ്മൾ IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ IPO സെഗ്മെൻറ്റ് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം പല കമ്പനികളിലെയും, അതായത് IPO എക്സ്പെക്റ്റ് ചെയ്യുന്ന കമ്പനികളിലെയും വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. NSE ഇപ്പോഴത്തെ NSEയുടെ ഗ്രേ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2400, 2550 ആണ്. അതുപോലെ തന്നെ NSDL 1250, 1300 റേഞ്ചൊക്കെയാണ് NSDLൻ്റെ പ്രൈസ്. ജൂലൈയിൽ NSDLൻ്റെ IPO വരാനുള്ള സാധ്യതകളുണ്ട്. NSEയുടെ IPO ഒരു പക്ഷേ അടുത്ത ആഴ്ചകളിലൊക്കെ ഒരു അനൗൺസ്മെൻറ്റൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പല IPOസും ഹൈ പ്രീമിയത്തിലൊക്കെയാണ് ഗ്രേ മാർക്കറ്റിലുള്ളത്. വളരെ സൂക്ഷിച്ച് വേണം ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ എൻട്രി ചെയ്യാനായിട്ട്. ഇപ്പോൾ NSE നമുക്കറിയാം, NSDL അറിയാം. അതുപോലെ തന്നെ ഹൈ PEയിൽ മറ്റ് പല സ്റ്റോക്കുകളും ഗ്രേ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ കോഷനോട് കൂടി മാത്രമാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ. NSE ആയാലും NSDL ആയാലും നമ്മുടെ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓൾമോസ്റ്റ് മൊണോപ്പൊളി സ്റ്റൈലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാവില്ല. മറിച്ച് പല സ്റ്റോക്കുകളും ഹൈ PEയിൽ നമ്മൾ ഗ്രേ മാർക്കറ്റിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറേ കാലത്തേക്കൊക്കെ കയ്യിൽ വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിയേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാത്രം ഗ്രേ മാർക്കറ്റ് ഓപ്പറേഷനിൽ ഏർപ്പെടുക. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൊരു മെയിൻ ബോർഡ് IPO ഉണ്ട്. ഓസ്വാൾ പമ്പ്സ് ആണ്. ധാരാളം വെറൈറ്റി പമ്പുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സോളാർ പമ്പ് ഇൻസ്റ്റലേഷൻ 38,132 ടേൺ കീ പ്രൊജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 17 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം കൂടിയുണ്ട്. 614 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മെയിൻ ബോർഡ് IPO ആണ്. IPOയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു IPO ആണ് ഓസ്വാൾ പമ്പ്സ്. അതോടൊപ്പം തന്നെ NSEയിൽ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു IPO ആണ് മോണോലിച്ചീസ് ഇന്ത്യ ലിമിറ്റഡ്. റാമിംഗ് മാസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള സെക്ടറാണ്. മാർക്കറ്റിലൂടെ NSE SME IPO ആണ്. മാർക്കറ്റിലോട്ട് 1000 ആണ്. 16-ാം തീയതി നാളെയാണ് ലാസ്റ്റ് ദിവസം വരുന്നത്. 143 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഈ ഇഷ്യൂം IPOയിൽ അപ്ലൈ ചെയ്ത് ലഭിക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഈ ആഴ്ച ആരംഭിക്കുന്ന മറ്റ് 2 SME IPOകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പാട്ടീൽ ഓട്ടോമേഷൻ ലിമിറ്റഡ് ആണ്. റോബോട്ടിക് ഓട്ടോമേഷൻ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഓട്ടോമേഷൻ രംഗത്തുള്ള പല ആക്ടിവിറ്റീസിലുള്ളൊരു കമ്പനിയാണ്. 80% റവന്യൂ OEM കസ്റ്റമേഴ്സിൽ നിന്നാണ്, അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിൽ നിന്നാണ് 80% റവന്യൂ വരുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. 120 ആണ് അപ്പർ പ്രൈസ് ബാൻഡ്. മാർക്കറ്റിലോട്ട് 1200 ആണ്. നാളെ ഈ ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ട്രെയിനിങ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 22.39 ആണ്. വളരെ അട്രാക്റ്റീവ് ആണ്. നല്ല രീതിയിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു NSE SME IPO ആണ്. മറ്റൊരു IPO എപ്പിൾട്ടൺ എൻജിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. ഇത് സ്മാർട്ട് മീറ്റേഴ്സ്, മറ്റ് ഇലക്ട്രിക് മീറ്റേഴ്സ്, സ്വിച്ച് മോഡ് പവർ സിസ്റ്റംസ്, SMPS, കമ്പ്യൂട്ടറുകൾക്കുള്ള SMPS ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. ഇതും NSE SME IPOയിലാണ്. 17-ാം തീയതി ഓപ്പൺ ചെയ്ത് 19-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. 1000 ആണ് മാർക്കറ്റിലോട്ട് വരുന്നത്. 128 ആണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അപ്പോൾ ഈ IPO നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു NSE IPO ആണ്. അപ്പോൾ SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, NSE SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഈ SME IPOയിൽ അപ്ലൈ ആവുന്നതാണ്
അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. ഇതൊക്കെയാണ് ജനറൽ മാർക്കറ്റ് ന്യൂസുകൾ. ഇനി നമ്മുടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഗവൺമെൻറ് ഈ വർഷം അടുത്ത ബഡ്ജറ്റിൽ 1 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇൻകം ടാക്സ് എക്സംഷൻ ലിമിറ്റിൽ കൂടെ. അതോടൊപ്പം തന്നെ RBI കണ്ടിന്യൂസ് ആയിട്ട് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ റേറ്റ് റിഡക്ഷൻ 0.5% ആയിരുന്നു. അതുപോലെ തന്നെ RBI ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് 2.5 ലക്ഷം കോടി രൂപയുടെ ഒരു ഇൻഫ്യൂഷൻ കൂടി നടത്തിയിട്ടുണ്ട്. CRR റേറ്റ് 4 നിന്ന് 3% കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ധാരാളം ലിക്വിഡിറ്റി നമ്മുടെ മാർക്കറ്റിൽ വന്ന് ചേരുകയാണ്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിഡക്ഷനുള്ളൊരു ബെനിഫിറ്റും കൂടി ജനങ്ങൾക്ക് കിട്ടുകയാണ് തങ്ങളുടെ ഹൗസിംഗ് ലോണിൽ നിന്നോ മറ്റു ലോണുകളിൽ നിന്നൊക്കെ. അപ്പോൾ ഓവറോൾ ജനങ്ങളുടെ കയ്യിൽ നല്ല സേവിങ്സ് വരികയാണ്. ആ സേവിങ്സിൽ ഒരു പോർഷൻ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മുടെ SIP വീണ്ടും എല്ലാ മാസം എന്ത് സംഘർഷങ്ങളുണ്ടായാൽ പോലും SIP കൂടിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പ്രകാരമുള്ള മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻഫ്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണിയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെയാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് ഇയറാണ് നമ്മളെ സംബന്ധിച്ച് എക്സസ് മൺസൂൺ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അഗ്രി റിലേറ്റഡ് രംഗത്തിനെ സംബന്ധിച്ച് നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഒപ്പം ഈ ഗ്ലോബൽ സംഘർഷങ്ങൾ പൊതുവെ ഡിഫൻസ് റിലേറ്റഡ് ക്യാപിറ്റൽ ഗുഡ്സ് റിലേറ്റഡ് സെക്ടറിന് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓവറോൾ ഇമ്പാക്റ്റ് ഗ്ലോബലി ഉണ്ടാവും. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിന് അല്ലെങ്കിൽ ടെൻഷന് ശേഷം നമ്മുടെ ഡിഫൻസ് കമ്പനികൾ ഒരു സ്റ്റാർ കാറ്റഗറിയിലാണ് ഗ്ലോബലി ഇപ്പോൾ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഡിഫൻസ് കമ്പനികൾക്കൊക്കെ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ വാറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഏറ്റവും കൂടുതൽ മരുന്നുകൾക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ മറ്റ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ സെക്ടറുകളൊക്കെ പൊതുവെ ആഫ്റ്റർ സംഘർഷങ്ങൾക്ക് ശേഷം മുന്നേറാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടർ സെയേഴ്സ് തീർച്ചയായിട്ടും നല്ല NBFCകളും ബാങ്കുകളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. RBIയുടെ പ്രൊവാക്റ്റീവ് മെഷേഴ്സ്, അതുപോലെ തന്നെ RBIയുടെ ഗോൾഡ് ലോൺ റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകൾ, ഇതൊക്കെ നമ്മുടെ NBFC സെക്ടറിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇനി മറ്റൊരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഹൈഫ പോർട്ട്. അഡാനി പോർട്ട് ഇസ്രായേലിൽ അക്വയർ ചെയ്തിരുന്നൊരു പോർട്ടാണ്. അവിടെ ഇറാൻ അറ്റാക്കൊക്കെ നടത്തിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും അഡാനി പോർട്ടിൽ ഒരു പക്ഷേ ചെറുതായിട്ടുള്ളൊരു നെഗറ്റീവ് റിയാക്ഷൻ നാളെ കാണാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഇവൻറ്റുകളുടെ ചെറിയ ഇമ്പാക്റ്റൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരുപക്ഷെ അതാത് സെക്ടറിൽ അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ കണ്ടേക്കാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ ഈസ് ഇൻ എ സ്വീറ്റ് സ്പോട്ടാണ്. ഗ്ലോബലി ഏത് അനൗൺസ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇനി ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകൾ വന്നാലും ഇത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റൊന്നും നമ്മളെ ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്, നമ്മളൊരു എക്സ്പോർട്ട് ഡ്രിവൺ എക്കണോമി അല്ല. അപ്പോൾ ഓവറോൾ ന്യൂസ് ഫ്ലോസ് ഇന്ത്യയാണ് സേഫ് ഹാവൻ മാർക്കറ്റ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് നമ്മുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഫണ്ട് മാനേജേഴ്സിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഭാവി വളരെ വളരെ ശോഭനാണ്. നമ്മുടെ മാർക്കറ്റ് ദീപാവലിക്ക് മുമ്പ് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. ഈ സംഘർഷത്തിനിടയിൽ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ അറ്റ് എവരി ഡിപ്പ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു അവസരമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.